നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഓണ സ്പെഷ്യൽ ഷീട എന്ന് പറഞ്ഞ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അതിൽ ഈ ഒരു അളവിൽ ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അത് നമ്മളെ പത്തലിൻ്റെ പൊടി എടുക്കാം, പിന്നെ നമ്മുടെ ഇടിയപ്പ പൊടിയോ ആവാം, കുഴപ്പമില്ല കേട്ടോ. 2 കപ്പ് അരിപ്പൊടി എടുത്തു. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയുള്ളിയാണ്, ഇച്ചിരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കൂടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇതാ, നമ്മൾ നല്ലപോലെ അരിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ഇനി നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് കേട്ടോ, തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് നല്ല തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അരിപ്പൊടി വിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നല്ല പോലെ ഒന്ന് സ്പൂണിട്ട് മിക്സ് ചെയ്യാം. ആറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുക കേട്ടോ. ഉരുട്ടിയിട്ട് കുറച്ചെടുക്കുക. ഇങ്ങനെ ചെറിയൊരു ഷേപ്പൊക്കെ ഇട്ടാതെ ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഉണ്ടല്ലേ, നല്ല ടേസ്റ്റിയാണ്. ബാക്കിയെല്ലാം ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. ഞാനെല്ലാം ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈക്ക് പറ്റത്തില്ല, സ്റ്റിക്കാകത്തില്ല. പക്ഷെ എൻ്റെ ഒന്നും സ്റ്റിക്കായൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് എന്താ പറയുക, എല്ലാം ഒരേ സൈസാണ് നല്ലതാണ് കേട്ടോ. അല്ലെ പിന്നെ കുറച്ച് വെന്തതായിരിക്കും, കുറച്ച് വേവാത്തത്, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേലിൽ വെള്ളത്തുണി കുറച്ച് നനച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഡ്രൈ ആവാണ്ടിരിക്കും കേട്ടോ. ഉണ്ടല്ലേ, ചില സ്ഥലത്ത് ഇതിനെ എന്നാ ആലങ്ങ, ഈ ട്രിവാൻഡ്രം സൈഡ് ഒക്കെ ആലങ്ങ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ അത് കളിയടക്ക അങ്ങനെയൊക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ. ഓയിൽ ചൂടായിട്ടാകുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങണം കേട്ടോ, മുങ്ങാനുള്ള എണ്ണ ഉണ്ടാവണേ. കുറേ ഒന്നിച്ചിടണ്ട, പിന്നെ സിമ്മിൽ വെച്ചാൽ മതി. അല്ലേ പിന്നെ ഉള്ളു വേവത്തില്ല കേട്ടോ, പുറത്ത് മാത്രം നല്ല കളറ് വരും, അങ്ങനെ വരത്തുള്ളൂ. ഇട്ട ഉടനെ ഇളക്കാനും പാടില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി. ഇച്ചിരി വെന്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ നമ്മൾ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ എല്ലാം പൊട്ടിപ്പോവും കേട്ടോ. കണ്ടില്ലേ, പറയില്ലേ, സിമ്മിലിടണം. സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഞാൻ ചെറിയ സിമ്മിലാണ് ഇട്ടെടുത്തത്. ഇത് പെട്ടെന്ന് പുറം മാത്രം ബ്രൗൺ കളർ വരും കേട്ടോ. വേവട്ടെ, സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരു തവണയെങ്കിലും
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഷീട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരാം കേട്ടോ. നമ്മുടെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.